السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. لو لم يكن متصفا بها لزم حدوثه وهو محال فاستقم لأنه يفضي إلى التسلسل والدهر وهو المستحيل المنجلي. ലൗലം യക്കുൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആയിരുന്നില്ലെങ്കിൽ മുത്തസിഫം ബിഹ ഈ സൽബിയായ സിഫ്തുകളെ കൊണ്ട് മുത്തസിഫ് അല്ലെങ്കിൽ ഖിദം ബഖാ മുഖാലഫത്തുൽ ഹവാദിസി ഖിയാമു മിൻ നഫ്സ് വഹദാനിയത്ത് ഈ 5 സിഫ്തുകൾ അള്ളാഹു തആലക്ക് ഉണ്ടാകൽ വാജിബാണ്. ഇനി അതില്ലെങ്കിലോ ഇല്ലെങ്കിൽ തീർച്ചയായും ലസിമ ഹുദൂസുഹു അല്ലാഹു തആല ഹാദിസാണ് എന്ന് അനിവാര്യമായും വരും. ഈ സിഫ്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫ്ത് ഇല്ലാതെ വന്നാൽ അല്ലാഹു തആല ഹാദിസാണെന്ന് വരും. വഹുവ അല്ലാഹു തആല ഹാദിസാണെന്ന് പറഞ്ഞതാണെങ്കിലോ വഹു മുഹാലുൻ അല്ലാഹു ഹാദിസാകുന്നത് അസംഭവിയാണ്. കാരണം അത് പിന്നെ അല്ലാഹു തആല ഹാദിസാണ് എന്ന് വന്നാൽ ഒരു മുഹദ്ദിസ് വേണം. ആ മുഹദ്ദിസ് ഈ സിഫ്ത് കൊണ്ട് മുത്തസിഫാണോ എന്നാ ഓനാണ് അള്ളാഹ്. അല്ല അവനും ഈ സിഫ്ത് കൊണ്ട് മുത്തസിഫ് അല്ലേ എന്നാ അവനും ഹദീസാവും. അപ്പൊ ആ ഹദീസിന്റെ മുഹദ്ദിസ് വേറൊരാൾ വേണ്ടി വരും. ഇങ്ങനെ പോയിട്ട് മുഹാല് എന്തായാലും വരും. അതുകൊണ്ട് ഫസ്തഖിം നേരിന്റെ വഴിയിൽ ഉറച്ചു നിന്നോ. അതായത് ഈ സിഫത്തുകൾ 5 കൊണ്ടും അല്ലാഹു തആല മുത്തസിഫാണ് എന്നതാണ് നേരിന്റെ വഴി. ആ സിഫത്തിൽ ഉറച്ചു നിന്നു. അതിൽ ഇളക്കം പറ്റിപ്പോയാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിഫത്ത് ഇല്ല എന്ന് വന്നുപോയാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അസംഭവ്യം സംഭവിച്ചു പോകും. കാരണം എന്താ? ലിഅന്നഹു ഈ സിഫത്തുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഹുദൂസാണല്ലോ. അല്ലാഹു ഹാദിസാണെന്ന് പറഞ്ഞാൽ യുഫ്ളി ആ പറച്ചില് കൊണ്ടുപോയി എത്തിക്കും ഇല തസൽസുലി അറ്റല്ലാത്ത അള്ളാഹുണ്ടാക്കിയ വേറൊരാള് അയാളുണ്ടാക്കിയ വേറൊരാള് അങ്ങനെ വരുമ്പോ ഖാരിജിൽ മൗജൂദായ വസ്തു മുംകിനായ വസ്തു വൈറു മുതനാഹിയാണ് എന്ന് പറയുന്ന മുഹാല് വരും. അതാ തസൽസുലിന്റെ മുഹാല് പണ്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ ദൗറു അല്ലെങ്കിൽ ദൗറ് വരും. ദൗറ് തന്നെ അങ്ങോട്ട് തന്നെ മടങ്ങി വരിക. അപ്പൊ ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ വസ്തു ഉണ്ടായി എന്ന് പറയുന്ന ദൗറിലേക്ക് തഖദ്ദുമുഷിയൽ വഹുവ ഈ ദൗറ് അല്ലെങ്കിൽ തസൽസുല് എന്ന് പറയുന്ന അൽ മുസ്തഹീലു അസംഭവ്യമാണ്. അൽ മുൻജലി വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന മുഹാലാണ്. അപ്പൊ മുഹാല് വരുന്നതും ലേക്ക് കൂട്ടുന്നതും മുഹാലാണ്. അപ്പൊ ഈ സിഫ്ത് ഉണ്ടാവാതിരിക്കാൻ മുഹാലിലേക്ക് കൂട്ടും. അപ്പൊ ഈ സിഫ്തുകൾ ഇല്ല എന്ന് പറയുന്നത് മുഹാലാണ്. അപ്പൊ പിന്നെ ഈ സിഫ്തുകൾ ഉണ്ടാകൽ വാജിബാണെന്ന് വരണം. അത് മൊത്തം 5 കൂടി ഒന്നിച്ചു പറഞ്ഞ അൽ ബുർഹാനുൽ ഇജ്മാലി മുജ്മലായ തെളിവ് ഇത്തിസാഫിഹി തആല അല്ലാഹു തആല സിഫത്തുടയവനാണ് എന്നതിന്. എന്തുകൊണ്ട് ബിസിഫാത്തി സൽബിയ സൽബിയായ 5 സിഫത്തുകൾ നമ്മൾ തന്നെയല്ലോ. ഈ 5 സിഫത്തുകളെ കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധതാത്ത് മുത്തസിഫാണ് എന്നതിന് മൊത്തത്തിലുള്ളൊരു തെളിവ് ഓരോന്നിനും അതാത് സ്ഥലത്ത് പറഞ്ഞു. അതാ ലഹു മഹാനായ മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചു ഇലാ ബുർഹാനി സിഫാത്തി സൽബിയത്തി സൽബിയായ 5 സിഫത്തുകളുടെ തെളിവുകളുടെ എങ്ങനത്തെ തെളിവ്? ഇജ്മാലൻ മുജ്മലായിട്ടുള്ള തെളിവ്. നേരത്തുള്ള തഫ്സീലിനുള്ളതോ ഓരോ സിഫത്തും പറഞ്ഞപ്പോ അതിന്റെ ദലീലും പറഞ്ഞാണ്. ഇതിപ്പോ മൊത്തത്തിൽ 5 കൂടി ഒന്നിച്ചു പറയാം. എന്തുകൊണ്ട് പറഞ്ഞു? ബിഖൗലിഹി ബിഖൗലിഹി ലൗ ലം യകുൻ എന്ന് പറഞ്ഞാൽ ഇന്നമാ വജബ ഇത്തിസാഫുഹു ബിസ്സിഫാത്തി സൽബിയ. അല്ലാഹു തആല അവന്റെ പരിശുദ്ധതാത്ത് സൽബിയായ സിഫത്തുകളെ കൊണ്ട് സിഫത്ത് സിദ്ധിച്ചതാവൽ വുജൂബാണ് എന്ന് പറയാൻ കാരണം എന്താ? ലിഅന്നഹു ലൗ ലം യകുൻ അല്ലാഹുവിന്റെ പരിശുദ്ധതാത്ത് അല്ല എന്ന് സങ്കൽപ്പിച്ചാൽ മുത്തസിഫൻ ബിഹാ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒറ്റ സിഫത്ത് കൊണ്ടെങ്കിലും മുത്തസിഫ് അല്ല. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്ത് ഇല്ല എന്ന് വന്നു. ഉദാഹരണം പറഞ്ഞ
ബിഅൻകാന ഗൈറ ഖദീമിൻ, അള്ളാഹു തആല ഖദീം അല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ അള്ളാഹു തആല ബാക്കി അല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ അള്ളാഹു തആലക്ക് ഖിയാമുൻ ബിൻ നഫ്സ് ഇല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് ഇല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ വഹദാനിയത്തില്ല എന്ന് വെക്കുക. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, ഏതായാലും കണക്കന്നെ, ഇല്ല എന്ന് വെച്ചാൽ ഔക്കാന, അതാണ് വൈറു ഖദീമാണ്, അല്ലെങ്കിൽ ബാക്കി വൈറു ബാക്കിയാണ്, അങ്ങനെ ബാക്കിയല്ലാത്തത് ബാക്കിയാണ് എന്നല്ല, വൈറു ബാക്കിയാണ്, വൈറു ഖദീം വൈറു ബാക്കി. അതുപോലത്തെ ഔക്കാന മുമാസിൽ മുഖാലിഫത്തുൽ ലവാദിസ് ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയും മുമാസിൽ ലവാദിസീന, ഹാദിസായ സിഫ്റ്റുകളോട് തുല്യത ഉള്ളവൻ. അല്ലെങ്കിൽ ഖിയാമുൻ നഫ്സ് ഇല്ല, ഒരു ഖായിമുൻ നഫ്സിയാണ്, അപ്പൊ അവന്റെ ഖിയാമുൻ നഫ്സിന് മറ്റൊരു ദാത്തിലേക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ വായതിന് ഒന്നിലധികം ഉണ്ട് എന്ന് തോന്നുന്നു. ഫീമാ മറാന ദാത്തിലോ സിഫാത്തിലോ അഫാലോ, അതാണല്ലോ പണ്ട് പറഞ്ഞത്. അള്ളാഹു തആലാന്റെ വഹദാനിയത്ത് മൂന്നിലുണ്ട്, ദാത്തിലുണ്ട്, സിഫാത്തിലുണ്ട്, അഫാലിലുണ്ട്. അതാ മാമറ. ഇങ്ങനെ പറഞ്ഞ ഈ 5 ഏതെങ്കിലും ഒരു സിഫത്ത് ഇല്ല എന്ന് വന്നാൽ ലസിമ, അനിവാര്യമായി വരും, ഹുദൂസുഹു തആല, അള്ളാഹു തആല ഹാദിസ് ആവണം. എന്തായിരിക്ക ഈ ഏതെങ്കിലും ഒരു സിഫ്റ്റ് ഇല്ലാതിരിക്കുന്നതിനാൽ, ഈ 5ൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫ്റ്റ് ഇല്ലാതിരിക്കുന്നത് വന്നാൽ അനിവാര്യമായും അള്ളാഹു തആല ഹാദിസാണ് എന്ന് വരും. ഇനി ഓരോന്നും ആണെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അമ്മൽ ഖിദം, ഒന്നാമത്തെ പദാണല്ലോ ഖിദം എന്നത്. ഫളാഹിറുൻ, ഖിദമില്ലെങ്കിൽ പിന്നെ അതിന്റെ നേരെ ഒപ്പത്തിട്ട് ഹുദൂസ്, അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹുദൂസ് അത് വാഹിറാണ്. ഖദീം അല്ലെങ്കിൽ പിന്നെ ഹാദിസേ ആവും, ഹാദിസായ മുഹദ്ദിസിലേക്ക് ആവശ്യമാവും. പിന്നെ നേരവും രണ്ടാമത്തെ സിഫത്ത് ബഖാഉ, ബഖാ ഇല്ലെങ്കിൽ ഫലിഅന്നഹു ലൗ ലം യകുൻ മുത്തസിഫൻ ബിഹി, അല്ലാഹു തആല സ്വയം എന്നെന്നും നിലനിൽക്കൽ വാജിബായവനല്ലെങ്കിൽ ലം യകുൻ ഖദീമൻ, ഖദീമും അല്ല എന്ന് വരും. ഖദീം എന്തായാലും ആണ്, അല്ലെങ്കിൽ ഹദീസാവും. എന്നാ ബാക്കി അല്ലെങ്കിലോ, ബാക്കി അല്ലെങ്കിൽ അപ്പോഴും ഖദീം അല്ല എന്ന് വരും. കാരണം എന്താ, ലിഅന്ന മൻ സബത ഖിദമുഹു, തുടക്കമില്ല എന്ന് സ്ഥിരപ്പെട്ട ഏതൊന്നും ഇസ്തഹാലാദുഹു, ഇല്ലാതിരിക്കലും അസംഭവ്യമാണ്. തുടക്കമില്ലാത്തതിന് ഒടുക്കവുമില്ല എന്ന് ചുരുക്കം. അപ്പൊ അല്ലാഹു തആലക്ക് തുടക്കമില്ലാതിരിക്കൽ വുജൂബാണെന്ന് വന്നാൽ ഒടുക്കമില്ലാതിരിക്കലും വുജൂബാ. പലപ്പോഴും ഉണർത്തിയതുപോലെ ഇത് ഒടുക്കമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോലെ, ഒടുക്കമില്ലാതിരിക്കൽ വുജൂബാകാണ്. എന്നാലേ എന്താവുള്ളൂ, സ്വർഗം നരകം, സ്വർഗാവകാശികള് നരകാവകാശികൾ ഇതൊന്നും നശിച്ചു പോകില്ലാണ്. അപ്പൊ അതിനും ബക്കാവില്ലേ എന്ന് ചോദിക്കും. അതല്ല, അതിന്റെ ബക്കാവ് എന്ന് പറഞ്ഞാല് ദാത്തിന് വാജിബായതല്ല, മുംകിനാണ്. അള്ളാഹു തആല നിലനിർത്തുന്നത് കൊണ്ട് നിലക്കും, നിലനിർത്താതിരുന്നാൽ നിലക്കൂല. അള്ളാഹു തആല നിലനിർത്തുന്നത് കൊണ്ട്, അതായത് ദാത്തിന് വുജൂബില്ല. ഇവിടെ അങ്ങനെയല്ല, അള്ളാഹു തആലാന്റെ ദാത്തിന് ബക്കാ വുജൂബാണ്. അത് ഇല്ലെങ്കിൽ, വുജൂബില്ലെങ്കിൽ പിന്നെ എന്താവും, ഫനാ മുംകിനാവും. ഫനാ മുംകിനാണെന്ന് പറഞ്ഞാൽ ഹദീസുമായിരിക്കും. ഖിദം വാജിബാണോ, ബക്കാവും വാജിബാണ്. ഖദീമാകൽ വുജൂബാണെന്ന് സ്ഥിരപ്പെട്ടാൽ അദ്മ് മുസ്തഹീലാണെന്നും സ്ഥിരപ്പെടും. തുടക്കമില്ലാത്തതിന് കൊടുക്കൂല. അങ്ങനെ 2 സാധനം തന്നെ ഉള്ളൂ, ഏത്, ഖദീമായതും ബാക്കിയായതും വാജിബായിട്ട്. ഏതാ, ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത്. ദാത്ത് ഖദീമാണ്, ഖിദം എന്ന സിഫത്തുകൊണ്ട് മുത്തസിഫാണ്. ബാക്കിയാണ്, ബക്കാവ് എന്ന സിഫത്തുകൊണ്ട് മുത്തസിഫാണ്. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് അള്ളാഹു തആല ഖദീമായതുപോലെ വാജിബായ സിഫത്തും ഖദീമാണ്. അതുകൊണ്ട് തന്നെ വാജിബായ സിഫത്ത് ഖദീമാകൽ വുജൂബാണെങ്കിൽ അത് ബാക്കിയാകലും വുജൂബാണ്. ഖദീമെല്ലാം ബാക്കിയാണ്, ഖദീമല്ലാത്തതൊന്നും ബാക്കിയുമല്ല. അപ്പൊ ഖിദം വുജൂബാണെങ്കിൽ ബഖാവും വുജൂബാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിനും സിഫാത്തിനും മാത്രമാണ് ഖിദമും ബഖാവും ഉള്ളത്. വേറൊരു വസ്തുവിനും ഖിദം വുജൂബില്ല, വേറൊരു വസ്തുവിനും ബഖാവും വുജൂബില്ല. ഖിദം വുജൂബില്ലെങ്കിൽ പിന്നെ ഖിദമല്ല, ബഖാവ് വുജൂബില്ലെങ്കിൽ ജായിസുൽ അദമായി, വുജൂബില്ലല്ലോ. വുജൂബില്ലാത്ത പിന്നെ മുംകിനായി. ഫയഹ്താജുലാ മുറജ്ജിഹിൻ. അപ്പം വുജൂദും അദ്മും മുംകിനാണെന്ന് വന്നാൽ അവന്റെ വുജൂദിനൊരു മുറജ്ജിഹ് പുറത്തുനിന്ന് വേണമെന്ന് വരും. അങ്ങനെ വന്നാൽ കുല്ലു മുഹ്താജിൻ ഇലാ മുറജ്ജിഹിൻ, പുറത്തുനിന്നൊരു മുറജ്ജിഹിന്റെ തർജീഹിലേക്ക് ആവശ്യമുള്ള ഏതും ഹദീസായിരിക്കും.
അങ്ങനെ വന്ന അള്ളാഹു തആല ഹാദിസാണെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വീണ്ടും വരും. ചുരുക്കി പറയണം, അമ്മൽ ഖിയാമു ബിൻ നഫ്സി, അള്ളാഹു തആലാക്ക് ഖിയാമു ബിൻ നഫ്സ് എന്ന് പറയുന്ന സുജൂബാണെന്ന് പറയാൻ കാരണം ഫലി അന്നഹു ലൗ ഖാമ ബിഗൈരിഹി, അവൻ സ്വയം നിലക്കൂല, അവന്റെ നിലനിൽപ്പിന് മറ്റൊരു ദാത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് വന്നാൽ പണ്ട് നമ്മൾ പറഞ്ഞേക്കില്ല കാന അള്ളാഹു തആല ആണെന്ന് വരും അറളൻ. എന്ത് ദാത്തല്ല, ദാത്തിൽ ഖായിമാവുന്ന കേവലം ഒരു അറളാണ് എന്ന് വരും. വഖത്ത് തഖദ്ദമ, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോന്നതാണ് ബയാനു ഹുദൂസിൽ അറാൾ, എല്ലാ അറബുകളും ഹാദിസാണ്. തഗയ്യുറുണ്ട്, അതന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. അപ്പോ അള്ളാഹു തആല ഖിയാമും ബിന്നഫ്സ് ഇല്ലെങ്കിൽ പിന്നെ അറളാണ്. ഔ കാന സിഫത്തൻ, അല്ലെങ്കിൽ അള്ളാഹ് സിഫത്താണെന്ന് വരും. അറളല്ലെങ്കിൽ സിഫത്താണെന്ന് വരും. എങ്ങനത്തെ സിഫത്ത്? ഖദീമത്തൻ, തുടക്കമില്ലാത്ത സിഫത്ത് തന്നെ. പക്ഷെ എന്താ പ്രശ്നം? ഖായിമത്തുൻ ബി മൗസൂഫിഹാ, സിഫത്തിന് എപ്പോഴും ഒരു മൗസൂഫ് വേണമല്ലോ. മൗസൂഫ് ഇല്ലാതെ സിഫത്തിന് സ്വന്തം നിലനിൽപ്പില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല കേവലം ഒരു സിഫത്താണെന്ന് വന്നാൽ ആ അള്ളാഹു തആലാക്ക് നിലനിൽക്കാൻ വേറൊരു ദാത്ത് വേണം. അള്ളാഹു ദാത്തല്ല എന്ന് വന്നാൽ പിന്നെ സിഫത്താണെന്നാണല്ലോ വരിക. സിഫത്താണെങ്കിൽ ആ സിഫത്ത് നിൽക്കാൻ കായ്മാകാൻ വേറൊരു ദാത്ത് വേണ്ടേ? അപ്പൊ അള്ളാഹു തആലാക്ക് എത്തിയാജുണ്ട് എന്ന് വരും. തന്നെയല്ല, അള്ളാഹു തആല ഖദീമായ സിഫത്താണെന്ന ഒരു സിഫത്തിൽ മറ്റൊരു സിഫത്ത് കായ്മാവൂല. ഇനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സംഅ്, ബസർ, കലാം, ഇതാണ് മാനിയ സിഫത്തുകൾ. അതൊക്കെ അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ സിഫത്തുകളാണ്. ആ സിഫത്തുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു തആലാക്ക് കമാലിയത്തുള്ളൂ. അങ്ങനെയുള്ള സിഫത്ത് അള്ളാഹുവിൽ നിലനിൽക്കാൻ കഴിയൂല. കാരണം ഒരു സിഫത്തിൽ മറ്റൊരു സിഫത്ത് ഇറക്കൂല. ലിമാ മർറാൽ നേരത്തെ പറഞ്ഞാണ്, ഒരു സിഫത്ത് മറ്റൊരു സിഫത്തിൽ ഖായിമാവൂല, വഹുവ ബാത്തിലുൽ. അങ്ങനെ അള്ളാഹു തആല ഒരു സിഫത്താണെന്നും ആ സിഫത്ത് മറ്റൊരു സിഫത്തിൽ ഖായിമാണെന്നും പറയുന്നത് തികച്ചും ബാത്തിലാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്. അവിടെ ഇഞ്ഞിവിടെ ആവർത്തിക്കുന്നില്ല. എന്താ പറഞ്ഞത്? പിന്നെ അന്ന സിഫത്ത ലാ തഖ്ബലു സിഫത്തൻ ഉഖ്റാ, ഒരു സിഫത്ത് മറ്റൊരു സിഫത്തിനെ കബൂലാക്കൂല. എന്നാ ഖുദ്റത്തും ഇറാദത്തും ഇൽമും ഹയാത്തും സമം ബസറും കലാമും ഇല്ലാഞ്ഞ അല്ലാഹു തആലാക്ക് കമാലിയത്തില്ലാത്തൊക്കെ നഖ്സുള്ളതാണ്. അപ്പൊ കമാലിയത്തിലേക്ക് മറ്റൊരാളിലേക്ക് ആവശ്യവും. അപ്പൊ അല്ലാഹു തആല നിസ്താജുള്ളവനാണ് എന്ന് വരും. ഇനി മുഖാലഫത്തുൽ ഹവാദിസോ ഫലി അന്നഹു ലൗ മാസല ശൈഅൻ മിൻഹാ, ഹവാദിസിൽപ്പെട്ട അഥവാ മഖ്ലൂഖാത്തിൽപ്പെട്ട ഹാദിസായ വസ്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിനോട് അല്ലാഹു തആല സമമായവനാണെങ്കിൽ ഹാദിസ മിസ്ലഹ, ആ ഹവാദിസിനെ പോലെ അള്ളീം ഹദീസാന്ന് വരൂലേ? അപ്പൊ ഖദീമാണെന്നാണല്ലോ നമ്മൾ വെച്ചത്. വഅമ്മൽ വഹ്ദാനിയ, ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാകുക എന്ന് പറഞ്ഞതോ ഫലിഅന്നഹു ലൗ കാന ലഹു നദീറുൻ ഫീ ദാത്തിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിന് തുല്യമായ വേറൊരു ദാത്ത് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഔ കാന ലഹു നദീറുൻ ഫീ സിഫാത്തിഹി, അള്ളാഹിന്റെ സിഫത്ത് പോലത്തെ സിഫത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ലലസിമൽ അജ്സു, അവിടെ രണ്ടാക്കും അജ്സ് വരും. എന്തുകൊണ്ട്? ലിമാ മർറ, ബുർഹാനു തമാനു പറഞ്ഞില്ലേ, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താൻ, ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇവിടുന്ന് ചുരുക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. വക്കുല്ലു ഹാജിസിൻ ഹാജിസുൻ, അല്ലാഹു തആലാക്ക് അജ്സ് വന്നാൽ ഹജ്ജസ് ഉള്ളതൊക്കെ മറ്റൊരാളിലേക്ക് ആവശ്യമുണ്ടോ? മറ്റൊരാളിലേക്ക് ആവശ്യമാവുന്നതൊക്കെ ഹദീസായിട്ട് വരുള്ളൂ. വഹുവ അല്ലാഹു അൽ ഹുദൂസു അലൈഹി തആല, അല്ലാഹു തആല ഹാദിസ് ആകുക എന്ന് പറയുന്നത് മുഹാലാണ്. അഥവാ ലാ യഖ്ബലു സുബൂത്ത് അഖലൻ, മുഹാലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഗതി ഉണ്ടാവുക എന്നത് ബുദ്ധി അംഗീകരിക്കൂല. ബുദ്ധിയിൽ അത് തസവ്വുറാക്കാൻ പോലും കഴിയൂല. ഖാരിജിൽ നിന്നിട്ടല്ലേ, അഖലിൽ തന്നെ സുബൂത്താവൂല, എന്തായിട്ട് താക്കുൽ ചെയ്യാൻ കഴിയൂല. വഹാദ വഹുവ മുഹാലു ലാ യഖ്ബലു സുബൂത്ത് അഖലൻ എന്ന് പറഞ്ഞാൽ ഇശാറത്തുൽ ഇസ്തിസ്നാ, ഇസ്തിസ്നാഇയായ ഒരു ഖിയാസിലേക്ക് ഇശാറത്ത. അപ്പൊ ഈ ഖൗലു ഫി ഖൗലി ഈ ഖുവത്തി ഖൗലിന ഇങ്ങനെ പറഞ്ഞ അർത്ഥത്തിലാണ്. ലാകിൻ ഹുദൂസുഹു മുഹാലുൻ, അല്ലാഹുവിന്റെ ഹുദൂസ് മുഹാലാണ്. അങ്ങനെ വരുമ്പം ഈ 6 സിഫത്തുകളെ കൊണ്ട് മുത്തസിഫാകൽ വുജൂബാണ് എന്ന് വരും. അതുകൊണ്ട് ഫസ്തഖിം, ഈ സിഫാത്തുകളെ കൊണ്ട് മുത്തസിഫാകൽ വുജൂബാണെന്ന് പറയുന്ന ഇസ്തിഖാമത്തിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സഹിഹായ ത്വരീഖിൽ നീ ഉറച്ചു നിന്നോ. ബെയ്ത്ത് പൂർത്തിയാക്കിയതാണ് എന്ന് വെച്ചിട്ട് വലാ ദഖലു അൻ ഫായിദത്തിന് ഒരു ഫായിദ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം ഇത് വിട്ടു പോകുന്നവര്, ഈ സിഫത്ത് അംഗീകരിക്കാതെ പോകുന്നവര് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുസ്തഖീമായ ത്വരീഖിൽ നിന്നിട്ട് വഴിവെച്ചു പോയവരാണ് എന്ന സൂചനയുണ്ടായി.
എന്താ അപ്പൊ അള്ളാഹു തആല ഹദീസ് അയാളുടെ കേട്? വഇന്നമാ കാന ഹുദൂസുഹു തആല മുസ്തഹീലൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാദിസ് ആകുക എന്നത് അസംഭവ്യമാണ് എന്ന് പറയാൻ കാരണം എന്താ? ലിഅന്നഹു അള്ളാഹു തആലാന്റെ ഹുദൂസ്, അവൻ ഹാദിസാണെന്ന് പറഞ്ഞാൽ വരുന്ന ഹുദൂസ് യുഫ്ളി, അത് കൊണ്ടുപോയി എത്തിക്കും, അയ്യു അദ്ദി, അത് പോയി ചെന്ന് മുട്ടുക, ഇല തസൽസുലി, ഒരു പക്ഷേ തസൽസുലിലേക്ക് മുട്ടും. അപ്പോ അതത് ഇലാ മാലാ നിഹായത ലഹു. അപ്പൊ അള്ളാഹു തആല മുഹ്താജാണ്. അപ്പോ അള്ളാഹു തആലാക്ക് മുഹ്താജാകുമ്പം അവനെ ഉണ്ടാക്കുന്ന വേറൊരാളിലേക്ക് ആവശ്യവും. അയാൾ മുഹ്താജാണോ എന്നാ അയാൾ ഉണ്ടാക്കിയ വേറൊരാളേക്ക് ആവശ്യം. അയാളും അങ്ങനെ തന്നെയാണോ എന്നാ അയാളുണ്ടാ. അങ്ങനെ അറ്റല്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് തസൽസുൽ എന്ന് പറയും. മിൻ ഇസ്തിഹാലത്തി ദുഖൂലി മാ ലാ നിഹായത ലഹു തഅത്തൽ വുജൂദ് എന്ന് നേരത്തെ പറഞ്ഞതാണ്. വൈറു മുത്തനാഹിയായ വസ്തുക്കൾ ഖാരിജിൽ മൗജൂദാണ്. ഖാരിജിൽ മൗജൂദായ എല്ലാ വസ്തുക്കളും മുത്തനാഹിയ, മുംകിനാത്ത്. മുംകിനെ പറ്റിയാണല്ലോ ഇപ്പോൾ നമ്മളെ ചർച്ച. അള്ളാഹു തആല ഈ പറഞ്ഞ സിഫത്ത് കൊണ്ട് മുത്തസിഫാൽ വാജിബ് അല്ലെങ്കിൽ അള്ളാഹു തആല മുഹ്താജാവുന്നത്. മുഹ്താജൊക്കെ മുംകിനല്ലേ? അപ്പം മുംകിനാത്തിൽപ്പെട്ട വസ്തുക്കൾ ഖാരിജിൽ മൗജൂദാണ്, അതോടുകൂടി വൈറു മുത്തനാഹിയാണ് എന്ന് പറഞ്ഞത് മുഹാലാണ്. അതെന്തായാലും വരൂല. മുംകിനായ വസ്തുക്കൾ എത്ര പോയാലും ഖാരിജിൽ മൗജൂദാണോ അത് മുത്തനാഹിക്കാണ്. ഖാരിജിൽ മൗജൂദാന്റെ ഫർള് മാത്രമാണെങ്കിൽ അങ്ങനെ പോകും. ഉദാഹരണം, എണ്ണം നിങ്ങൾ എണ്ണി നോക്കി, അതിന് അവസാനം ഉണ്ടോ? പക്ഷെ ഖാരിജിൽ മൗജൂദ് ആവുന്നതിന് അവസാനം ഉണ്ട്. പക്ഷെ അതിന് ഇന്തിഹാജ പിന്നെ എണ്ണാന്ന് മാത്രം, അത് ഖാരിജിൽ മൗജൂദ് അല്ല. അതാണ് പ്രശ്നം. ഖാരിജിൽ മൗജൂദ് ആണെങ്കിൽ മുംകിനാത്തിൽപ്പെട്ട ഏതും മുത്തനാഹിയ. എന്താ മുംകിനാത്ത് എന്ന് പ്രത്യേകം പറയാൻ കാരണം? അതുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തുകള് ഉദാഹരണം പറയാം. അള്ളാഹുവിന് ഖുദ്റത്തും ഉണ്ട്, ഇൽമും ഉണ്ട്. ഖുദ്റത്തും മുത്തനാഹി അല്ല, വൈറു മുത്തനാഹിയാണ്. കാരണം വാജിബായ സിഫത്താണ്. ഇൽമും വൈറു മുത്തനാഹിയ, വാജിബായ സിഫത്താണ്. പക്ഷേ ഇൽമ് വാജിബിനോടും മുസ്തഹീലിനോടും ജായിസിനോടും താലൂഖ് ചെയ്യും. ഖുദ്റത്തോ മുംകിനോത്തിനോട് മാത്രമേ താലൂഖ് ചെയ്യുള്ളൂ. മുഹാലിനോടും താലൂഖ് ചെയ്യൂല, വാജിബിനോടും താലൂഖ് ചെയ്യൂല. ഇപ്പൊ വൈറു മുത്തനാഹിയ. അപ്പൊ ഇൽമാണ് വലുത്, ഖുദ്റത്ത് അത്ര ഇല്ലല്ലോ. പക്ഷെ രണ്ടും വൈറു മുത്തനാഹിയല്ലേ? അത് വാജിബിന്റെ പ്രത്യേകത. മുംകിനാത്തിൽ അങ്ങ് സാധ്യമല്ല. മുംകിനാത്ത് വൈറു മുത്തനാഹി ആകാൻ നിവൃത്തിയില്ല. ഖാരിജിൽ മൗജൂദായതെല്ലാം മുത്തനാഹിയാവും. തസൽസുൽ പറഞ്ഞാലോ അറ്റല്ലാതെ പോവുകയാണ്. അതിന് വൈറു മുത്തനാഹി ഖാരിജിൽ മൗജൂദാണ് എന്ന് പറയുന്ന മുഹാലാണ് ഇവിടെ തസൽസുലിന്റെ അവിടെ വരിക. ഔ യുഫ്ളി ഇല ദൗരി, അല്ലെങ്കിൽ ദൗറ് വരും. രണ്ടും മുഹാൽ തന്നെ. എങ്ങനെ ഇസ്തിംറാർ വരുന്നില്ല. ഊഹുൽ മുസ്തഹീലുൽ മുൻജഹിലി എന്ന് പറഞ്ഞാൽ ളാഹിറായ മുസ്തഹീലാണ് ദൗറ്. ളുഹൂരി ദലീലി നേരത്തെ പറഞ്ഞത് ഒരു വസ്തു അതിന്റെ നഫ്സിനെക്കാട്ടിലും മുന്താന്ന്. അതിന്റെ ദലീൽ അങ്ങനെ തഖദ്ദുമു ഷൈഇ അലാ നഫ്സിഹി. എ ഉണ്ടാകാൻ കാരണമായതാരാ? ബി ആണ്. ബി ഉണ്ടായതോ എന്തുകൊണ്ടാണ്? എ കൊണ്ടുമാണ്. അപ്പൊ എ ഉണ്ടാവുന്നതിന് മുമ്പ് എ ഉണ്ടായിന്ന്. കാരണം എ ഉണ്ടായിട്ടല്ലേ ബീനെ പഠിച്ച്. പക്ഷെ ഈ ബി ആണ് എനെ പഠിച്ച്. അപ്പൊ ഒരു വസ്തു തഖദ്ദുമു ഷൈഇ അലാ നഫ്സിഹി എന്ന വളരെ ലാഹിറായ മുസ്തഹീൽ വരും ദൗറിന്റെ അവിടെ. തസൽസുലിനെക്കാട്ടിലും ലാഹിറാണ്. വഇദാ കാന കുല്ലു മിന തസൽസുലി വദ്ദൗരി, ഖാരിജിൽ മൗജൂദായ മുംകിനാത്തായ വസ്തുക്കളിൽ തസൽസുലും മുഹാലാണ് ദൗറും മുഹാലാണെന്ന് വന്നാൽ ഫമാ ഫുളായിലൈഹിമാ, ഈ ദൗറിലേക്കോ തസൽസുലിലേക്കോ കൂട്ടുന്ന സംഗതി ഇവിടെ പോയതാണ്. ഓരോ ദിവസവും ഹാദിസ് അള്ളാഹു തആല ഹാദിസ് ആണെന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുൽ വരും എന്ന് പറഞ്ഞു. യകൂനു മുഹാലൻ. അപ്പൊ ഈ ഹുദൂസ് എന്നത് മുഹാലാണ്. ഹുദൂസ് ഹുദൂസ് അലൈഹി തആല മുഹാലൻ, ഹാദിസ് ആകുക എന്നത് മുഹാലാണെന്ന് പറഞ്ഞാൽ ഇത്തിസാഫു തആല ബിസിഫാത്തി സൽബിയ, സൽബിയ സിഫത്തുകൾ മുത്തസിഫാണെന്ന് വരും. അത് അലാമാ തഖദ്ദമ ബയാനു, ഓരോ സിഫത്തും പറഞ്ഞപ്പോൾ അതായത് സിഫത്തിന്റെ അടുത്ത് അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് തെളിവോടുകൂടി. വഖദ് തഖദ്ദമ ബുർഹാനു കുല്ലു സിഫത്തിൻ, ഈ 5 സിഫത്തുകളിൽപ്പെട്ട ഓരോ സിഫത്തിന്റെയും ബുർഹാന് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അലാഹിദത്തിഹ, സ്വന്തം പ്രത്യേകം തഫ്സീലൻ വേറെ തന്നെ വന്നിട്ടുണ്ട്. എന്താ ദിക്രിയ? ഈ 5 സിഫത്തുകളും പറഞ്ഞ സമയത്ത് ഓരോ സിഫത്തും പറഞ്ഞപ്പം അതിന്റെ തഫ്സീൽ ദലീൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഇപ്പൊ അഞ്ചൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു മുജ്മലായ തഫ്സീല ദലീലാണ് പറഞ്ഞു. വൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഇങ്ങനെ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകള്, അതിൽ തന്നെ സൽബിയായ സിഫത്തുകള് സുബൂത്താക്കാൻ മുജ്മലും മുഫസ്സലുമായ ദലീല് അള്ളാഹുത്താക്കിയിട്ടാണ്. ഉമാക്കുന്നാലി നഹ്തദിയ, നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഹിദായത്തിലേക്ക് എത്താൻ പ്രാപ്തരല്ല. ബൗലാൻ ഹദാനല്ലാഹ്, അല്ലാഹു തആല ഹിദായത്താക്കിയിട്ടില്ലെങ്കിൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ത്വരീഖിലേക്ക് നമ്മളെ ഹിദായത്താക്കുകയും ആ ത്വരീഖിൽ മരണം വരെ നിലനിർത്തി തരികയും മരണാനന്തരം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെ ഹബീബിന്റെ ജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി റബ്ബിന്റെ തൃക്കാഴ്ചയാവുന്ന ലിഖാ കാണാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.